നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് ബൈബിളിൽ നിന്ന് നമുക്ക് വായിക്കാം. എഫേസ്യർ 2-ാം അധ്യായം 19-22 വാക്യങ്ങൾ വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 19 and 22. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അവനിൽ നിങ്ങളും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവസഭയെ ഒരു വലിയ കുടുംബം എന്ന് ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവസഭയാകുന്ന ആ കുടുംബത്തെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ദൈവഭക്തിയുള്ളവരുടെ കുടുംബം, ഗോഡ്ലി ഫാമിലി ലൈഫ്, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ തിരുവെഴുത്തിൽ നിന്നും നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ഈ വചനങ്ങൾ നാം വായിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരത്രേ. ദൈവം ഒരു രക്ഷകർത്താവായിരിക്കുന്ന ഒരു ഭവനം, ഒരു കുടുംബം, അവിടെ നിങ്ങൾ ആ കുടുംബത്തിലെ അംഗങ്ങളാകുന്നു. യു ആർ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് നിങ്ങൾ. പിന്നീട് ദൈവത്തിൻ്റെ നിവാസമാണ് നിങ്ങൾ എന്നും നാം വായിച്ച് കേട്ടല്ലോ. ഇനി അതിൻ്റെ 3-ാം അധ്യായം 14-15 വാക്യങ്ങളൂടെ വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 14 and 15. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പൗലോസ് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അവിടെ വിശേഷമായിട്ട് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അനേകം കുടുംബങ്ങളുണ്ട്. ഇതിനൊക്കെ പേരിട്ടത് നമ്മുടെ പിതാവായ ദൈവമാണ്. ദൈവമാണ് നിങ്ങളുടെ കുടുംബത്തിന് പേരിട്ട് നിങ്ങളെ ഒരു കുടുംബമായിട്ട് ചേർത്തത് എന്ന് ഇന്ന് രാവിലെ ഓർത്തുകൊള്ളണം. അഥവാ നമ്മുടെയൊക്കെയും കുടുംബങ്ങൾ യാദൃശ്ചികമായി ആരോ ആലോചിച്ച് എങ്ങനെയോ വന്നു ചേർന്നു എന്ന് ആരും ചിന്തിക്കരുത്. അത് ദൈവത്തിൻ്റെ കൃത്യമായ സ്പെസിഫിക്കായ പദ്ധതിയാണ്. നോട്ട് ബൈ ആക്സിഡന്റ്, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ബൈ ഗാഡ്. ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിന് പേരിട്ടത്. ഭർത്താവും ഭാര്യയും ഇന്നാരും ഇന്നാരും ഒരു കുടുംബം. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നാം ഒരിക്കലും നെഗറ്റീവായിട്ടും മോശമായിട്ടും അയ്യോ ഇങ്ങനെയുള്ള ഒരു കുടുംബമാണല്ലോ എൻ്റേത് എന്ന് ആരും ചിന്തിക്കരുത്. ദൈവത്തിന് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ താമസിച്ചെന്ന് വരാം. ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദീകരിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ നമുക്കുണ്ടാകാം. എങ്കിലും ഏതൊരു കാര്യം നമുക്ക് ഉറപ്പായിരിക്കണം, എൻ്റെ കുടുംബത്തിന് പേരിട്ട് എന്നെ ഒരു കുടുംബമായി, ഞങ്ങളെ കുടുംബമായിട്ട് ചേർത്തത് ദൈവം തന്നെയാണ്. ദൈവത്തിന് അബദ്ധം, തെറ്റ്, മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച്, അതിൻ്റെ ചില പ്രായോഗിക വശങ്ങളെക്കുറിച്ചും നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ഇത് കുറച്ചുകൂടെ ഒരു പഠനം പോലെയുള്ള ഒരു ചിന്തയാണെങ്കിലും അതിലുള്ള ആത്മീയമായ മൂല്യങ്ങളെ നാം ഉൾക്കൊള്ളുകയും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് വേണ്ട വ്യത്യാസങ്ങൾ വരുത്തുവാൻ, പുരോഗതി വരുത്തുവാൻ നാം മനസ്സ് വെച്ചുകൊണ്ടും അത് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21 മുതൽ 24 വരെ വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സസ് 21 to 24. ആകയാൽ യഹോവയായ ദൈവം ആദാമിന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത ശേഷം ആ വിടവ് മാംസം കൊണ്ട് നികത്തി. യഹോവയായ ദൈവം മനുഷ്യൻ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ആദാം, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുന്നതിനാൽ ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ശരീരമായി തീരും. അവർ ഏക ശരീരമായി തീരും. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും കൂടെ ഒന്നിച്ച് ഒരു കുടുംബമാക്കി യോജിപ്പിച്ച് അത് ഉദ്ഘാടനം ചെയ്ത, കുടുംബജീവിതം തുടങ്ങി വെച്ച, എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? പിതാവായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് വിവാഹ ജീവിതത്തെ, കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ നല്ല ഒരു എസ്റ്റിമേഷൻ ഉണ്ടായിരിക്കണം, ഒരു നല്ല ചിന്ത ഉണ്ടായിരിക്കണം. അത് തുടങ്ങി വെച്ചത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ നാം അതിനെ വിലമതിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം
3 മുതൽ 6 വരെയും കൂടെ വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സസ് 3 to 6. അവനെ പരീക്ഷിക്കുവാൻ പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏതെങ്കിലും കാരണം കൊണ്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമോ എന്ന് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരുമെന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് അവർ ഇനിയും രണ്ടല്ല ഒരു ശരീരമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെയും ആദിയിലെ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവായ യേശു പറയുകയാണ്, ഒരു കുടുംബത്തെ രൂപീകരിക്കുന്നത്, ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരു കുടുംബമാക്കി ചേർക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് ദൈവം തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർപിരിക്കരുത്. ആ കാര്യം യേശു പറഞ്ഞപ്പോഴും 2000 വർഷത്തിന് ശേഷം ഇന്നും അത് സത്യമായി നിലകൊള്ളുന്നു, നിലനിൽക്കുന്നു. ഏദൻ തോട്ടത്തിലേക്ക് നോക്കിയാൽ ആകെ ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമേ ഉള്ളൂ, ആദവും ഹവ്വയും. എന്നാൽ അവരുടെ കൂടെ ആ കുടുംബത്തിൽ ദൈവവും കൂടെയുണ്ട്. അവരുടെ കുടുംബം ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ദൈവം തന്നെ കൂട്ടിച്ചേർത്തതാണ്. ആ കുടുംബത്തിൽ മറ്റാരുമില്ല. സാക്ഷാൽ സർവശക്തനായ ദൈവമാണ് അവരോട് കൂടെ ഉള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെക്കുറിച്ചും, നിങ്ങൾ 2 പേര് മാത്രമേ ആ കുടുംബത്തിലുള്ളൂ, എന്നാൽ അവിടെ ദൈവവും നിങ്ങളോടൊപ്പം ഉണ്ട്. ആ കുടുംബത്തിലുള്ള ഒരു ഉടമ്പടിയുടെ സ്നേഹം, കവനന്റ് ലവ് ഉണ്ട്. അത് ദൈവമാണ് തുടങ്ങി വെച്ച് തന്നത്. ആ ദൈവത്തിൽ ആശ്രയിച്ച് കുടുംബമായിട്ട് മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. ഇനി കുടുംബത്തിലെ ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ചില വാക്കുകൾ ഞാൻ പറഞ്ഞു പോകാം. ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് പുതിയ കാര്യങ്ങളല്ല, എങ്കിലും അത് പുതിയ ഒരു രീതിയിൽ നാം ചിന്തിച്ച് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ പുരുഷന് ദൈവം കൊടുത്ത ഒരു സമ്മാനമാണ് ഭാര്യ എന്നുള്ളത്. വൈഫ് ഈസ് എ ഗിഫ്റ്റ് ഫോർ ദ മാൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 18. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഞാൻ അവന് അനുയോജ്യമായ ഒരു തുണിയെ സൃഷ്ടിക്കും എന്ന് അരുളി ചെയ്തു. ഇവിടെ ദൈവം പ്രഖ്യാപിക്കുകയാണ്, ഈ ആദം ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത് അത് അത്ര ശരിയല്ല. അവന് ഒരു കൂട്ടാളിയെ, ഒരു സഹായിയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആദമിന് ഒരു സഹായി, ഒരു ഹെൽപ്പറിനെ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് ഹവ്വയെക്കുറിച്ച് പറഞ്ഞാൽ ആദമിന്റെ കൂട്ടാളിയും ആദമിന്റെ സഹായിയുമാണ് ഈ ഹവ്വ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തിരിച്ചും മറിച്ചും അത് ശരിയാണ്. ആദമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദം ഹവ്വയ്ക്ക് ഒരു കൂട്ടാളിയും സഹായിയുമാണ്. മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും സഹായം ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരുമായിരിക്കണം, സഹായികളായിരിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ദൈവം തന്നെ നമ്മുടെ സഹായി എന്ന് ബൈബിളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹായി എന്നുള്ള ആ ഒരു സ്ഥാനം മോശമായ, കുറഞ്ഞ ഒരു സ്ഥാനമല്ല. നമുക്കൊക്കെ മറ്റുള്ളവരുടെ സഹായികൾ ആയിരിക്കാൻ കഴിയും. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനൊരു സഹായിയാണ്, ഭർത്താവ് ഭാര്യയ്ക്കും ഒരു സഹായിയാണ്. ഇക്കാര്യം നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഭാര്യ സഹായിയാണെന്നുള്ള പൊതുവെ എല്ലാവരുടെയും ഭർത്താക്കന്മാർക്കൊക്കെ ചിന്തയുണ്ട്. പക്ഷേ മറിച്ചും അത് സത്യമാണെന്ന് എത്ര സഹോദരന്മാർ ചിന്തിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സഹായകനാണ് എന്ന് ഭർത്താക്കന്മാർ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങളത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സഹായകനാണ്, എ സപ്പോർട്ടറാണ് എന്ന് ഭർത്താക്കന്മാരും കൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും സദൃശവാക്യങ്ങൾ 31-ാം അധ്യായം 12-ാം വചനം വായിക്കാം. പ്രോവേർബ്സ് ചാപ്റ്റർ 31 വേഴ്സ് 12. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. ഭാര്യയെക്കുറിച്ച്, വിശേഷിച്ചും സാമർഥ്യമുള്ള വെർച്വസ് വുമൺ, വളരെ ചാരുശീലയായ ഒരു പത്നിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വെർച്വസ് വൈഫ്. അവളെക്കുറിച്ച് എന്താ പറയുന്നത്? അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അദ്ദേഹത്തിന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു.
എല്ലാ സഹോദരിമാരും ഭാര്യമാരും ഇത് ഓർത്തുകൊള്ളണം. ആയുഷ്കാലം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണം, സംസാരം, ഇടപാടിലൊക്കെ എങ്ങനെയാണെങ്കിലും ദൈവം നിങ്ങൾക്ക് നൽകിയ ഭർത്താവിന് ആയുഷ്കാലം മുഴുവനും ഒരിക്കലും തിന്മ ചെയ്യരുത്, നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഓരോ സഹോദരിമാർക്കും ഉണ്ടായിരിക്കട്ടെ. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹീതയായ ഉത്തമയായ ഭാര്യയുടെ സ്വഭാവം. ആയുഷ്കാലം മുഴുവനും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഭർത്താക്കന്മാരെ കുറിച്ചും ശ്രദ്ധിക്കണമേ. ഭാര്യയ്ക്ക് മാത്രമല്ല, ഒരു ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചും ഇങ്ങനെ പറയാൻ സാധിക്കും. അവൻ തൻ്റെ ഭാര്യയ്ക്ക് ആയുഷ്കാലമൊക്കെയും ഒരിക്കലും തിന്മ ചെയ്യുകയില്ല, നന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നാം രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ചിന്തയുള്ളവരാണെങ്കിൽ കുടുംബജീവിതം എത്ര സമാധാനവും അനുഗ്രഹവും ഉള്ളതായിരിക്കും എന്ന് ഒന്ന് ചിന്തിക്കണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിൽ ഒരിടത്ത് പറയുന്നു, അനുഗ്രഹീതയായ ഒരു ഭാര്യ ഭർത്താവിന്റെ തലയിലെ എന്തുപോലെയാണ്? ഒരു കിരീടം പോലെയാണ്. ഷീ ഈസ് ലൈക്ക് എ ക്രൗൺ ഓൺ ദ ഹസ്ബൻഡ്സ് ഹെഡ്. അങ്ങനെ ആയിരിക്കാൻ കഴിയും. ഭർത്താവിനെ അനുഗ്രഹിക്കുന്ന, ഭർത്താവിന് മാന്യത കൊടുക്കുന്ന ഒരു കിരീടം തലയിൽ വെക്കുന്ന ആള് രാജാക്കന്മാരൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ രാജാവിനൊരു മഹത്വവും മാന്യതയും കിട്ടുന്നു. എന്നാൽ ആ മാന്യതയുടെ ഭാഗം കിരീടത്തിനും കിട്ടുന്നു. കാരണം കിരീടമാണ് തലയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ കിരീടത്തിന് രാജാവിനും മഹത്വമുണ്ട്. കിരീടം അണിഞ്ഞ രാജാവിന് മഹത്വവും മാന്യതയും കിട്ടുമ്പോൾ രണ്ടു കൂട്ടർക്കും ആ മഹത്വമുണ്ട്. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒരു കിരീടമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. ഉത്തമയായ ഒരു വെർച്വസ്, അനുഗ്രഹീതയായ, ചാരുശീലയായ ഒരു ഭാര്യയുടെ ദൃഷ്ടാന്തം നമുക്ക് വായിച്ചു കേൾക്കാം. അത് മറ്റാരുമല്ല, ദാവീദ് രാജാവിന്റെ ഭാര്യയായി തീർന്ന അബിഗേലിനെ കുറിച്ചാണ് തിരുവചനം അങ്ങനെ പറയുന്നത്. വായിക്കാം. അവൾ തൻ്റെ ഭർത്താവിനോട് എന്തുമാത്രം ഡിവോട്ടഡ് ആയിരുന്നു. ഭർത്താവായി തീർന്നിട്ടില്ല, ആലോചന വന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഈ അബിഗയിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന പുതിയ ഭർത്താവിനെ കുറിച്ച് വലിയ ഡിവോഷനാണ്, വളരെ കമ്മിറ്റ്മെന്റ് ആണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 25 41 1 സാമുവേൽ 25:41. അവൾ എഴുന്നേറ്റ് നിലം വരെ താണു വണങ്ങി, ഇതാ അടിയൻ യജമാനന്റെ ദാസന്മാരുടെ പാദങ്ങളെ കഴുകുന്ന ദാസി എന്ന് പറഞ്ഞു. ഇതാ അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് പറഞ്ഞ് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. സാക്ഷാൽ ദാവീദ് വന്നിട്ടില്ല. ദാവീദ് കുറച്ച് പട്ടാളക്കാരെയും സേവകന്മാരെയും പറഞ്ഞയച്ചതാണ്. നീ ദാവീദിന്റെ ഭാര്യയാകാൻ വരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ആളയച്ചതാണ്. അത് കേട്ടപ്പോൾ തന്നെ അവൾ അത് അംഗീകരിച്ചു, ആ പ്രപ്പോസൽ അംഗീകരിച്ചു. അവൾ നിലം പറ്റ് താണു വീണ് ആ ദാസന്മാരുടെ മുൻപിൽ വണങ്ങി നമസ്കരിച്ചു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാല് കഴുകുന്ന ഒരു ദാസിയായി തീരട്ടെ. അവളുടെ ആ ഡിവോഷൻ, അവളുടെ സ്നേഹവും എളിമയും ആ നല്ല മനസ്സും നോക്കുക. ഇങ്ങനെയുള്ള ഭാര്യമാരെ ദൈവം വിലമതിക്കുന്നു. ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് ഇങ്ങനെയുള്ള ഡിവോഷൻ കാണിക്കുവാനും സഹകരണം കാണിക്കുവാനും സ്നേഹം കൊടുക്കുവാനും സാധിക്കും. ഞാൻ ഭാര്യയെക്കുറിച്ച് ചില വചനങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് തീർന്നില്ല. ഭർത്താക്കന്മാരെ കുറിച്ചും 2-3 വചനങ്ങൾ പറയാനായിട്ടുണ്ട്. ഭർത്താവിനെ സംബന്ധിച്ച് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ത് ചെയ്യണം? ഭാര്യയെ ഭർത്താവ് അതേ അളവിൽ സ്നേഹിക്കണം. നമുക്ക് ആ വചനങ്ങൾ വായിക്കാം. എഫേസ്യർ 5 24-25 വചനങ്ങളാണ്. എഫീഷ്യൻസ് ചാപ്റ്റർ 5:24-25. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും തന്നെ തന്നെ നൽകുകയും ചെയ്തതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ. ഇവിടെ ശ്രദ്ധിക്കുക, ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? അതേ അളവിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് ദൈവവചനം നിർദ്ദേശിച്ചിരിക്കുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചിട്ട് ഇതാ സ്നേഹമെന്ന് പറയുകയല്ല ചെയ്തത്. തന്നെത്താൻ അവൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ത്യാഗപൂർണമായ, സാക്രിഫിഷ്യലായ ഒരു സ്നേഹമാണ് ക്രിസ്തു സഭയ്ക്ക് നൽകിയത് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഭർത്താക്കന്മാരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന സ്നേഹം. ത്യാഗപൂർണമായ,
ആ, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹം, അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. സ്വന്തം ജീവൻ നൽകി ക്രിസ്തു സഭയെ സ്നേഹിച്ചു. അതുപോലെ അതേ അളവിൽ സാക്രിഫിഷ്യലായി ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് ദൈവവചനം പറയുന്നു. ഇനി മറിച്ചു പറഞ്ഞാൽ, എങ്ങനെയാണ് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നത്? അക്കാര്യം ഞാൻ ആ വചനമൊന്നും വായിച്ചില്ല, നിങ്ങൾക്കറിയാം. ഭാര്യയോട് പറയുകയാണ് ദൈവവചനം പറയുന്നു, ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കുവിൻ, സബ്മിറ്റ് ചെയ്യുവിൻ. എങ്ങനെയാണ് സബ്മിഷൻ സാധിക്കുന്നത്? ഭർത്താവിന്റെ ആ ത്യാഗപൂർണമായ നല്ല സ്നേഹത്തോടുള്ള റെസ്പോൺസ്, അതാണ് ഭാര്യയുടെ സബ്മിഷൻ എന്ന് പറയുന്നത്. ഭർത്താവിന്റെ സ്നേഹം ലഭിക്കുമ്പോൾ ആ ഭാര്യ നല്ല മനസ്സോടെ അതിനോട് സ്വയം സമർപ്പിച്ചുകൊണ്ട്, താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, സബ്മിറ്റ് ചെയ്തുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട് ആ സ്നേഹത്തോട് പ്രതികരിക്കുന്നു. ഇതാണ് കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യം. നമ്മുടെ കുടുംബത്തിന്റെ അനുഭവം എങ്ങനെയാണെന്ന് നമുക്ക് ഒരു നിമിഷം പരിശോധിക്കാം. പ്രിയ സഹോദരന്മാരെ, ഭാര്യ ഭർത്താക്കന്മാരോട് ആണ് മുഖ്യമായിട്ടും പറയുന്നത്. എന്നാൽ അവിവാഹിതരായ ഒറ്റയ്ക്കിരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരും എൻഗേജ്മെന്റ് നടത്തിയവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പലരും ചിലപ്പോൾ വിവാഹിതരാകും. ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വചനങ്ങൾ കേൾക്കേണ്ടതും പഠിക്കേണ്ടതും ആവശ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം തങ്ങളുടെ ജീവിത പങ്കാളികളോട് വലിയ ഒരു സ്നേഹവും ഡിവോഷനും നിലനിർത്തിക്കൊണ്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഗാഡ് യുവർ എക്സ്ക്ലൂസീവ് ഡിവോഷൻ. അന്യോന്യമുള്ള നിങ്ങളുടെ ജീവിത പങ്കാളിക്കുള്ള ആ പ്രത്യേകമായ ആ സ്നേഹവും കരുതലും ആ ഡിവോഷനും, അന്യർക്ക് പ്രവേശനമില്ലാത്ത, അതാ എക്സ്ക്ലൂസീവ് ഡിവോഷൻ എന്ന് പറയുന്നത്. മറ്റാർക്കും അവിടെ പ്രവേശനമില്ല. വളരെ പ്രത്യേകമാണ്, സ്പെസിഫിക് ആണ്. അങ്ങനെയുള്ള അന്യോന്യമുള്ള ഒരു കരുതലും ഒരു സ്നേഹവും ഭാര്യയ്ക്കും ഭർത്താവിനും അന്യോന്യം ഉണ്ടായിരിക്കണം. ഇയ്യോബിന്റെ ദൃഷ്ടാന്തം നമുക്ക് വായിച്ചു നോക്കാം. ആ വചനം പലപ്പോഴും ഈ വേദിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 1 വചനം വായിക്കാം. ജോബ് ചാപ്റ്റർ 31 and verse 1. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഇതാണ് ഇയ്യോബിന്റെ ചോദ്യം. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെൻ്റെ ഭാര്യയോടുള്ള ഉടമ്പടിയുടെ അതിൻ്റെ പ്രകടനമാണത്. എൻ്റെ ഭാര്യയോട് എനിക്കൊരു ഉടമ്പടിയുണ്ട്. നിന്നോട് മാത്രമേ എനിക്ക് സ്നേഹവും കരുതലും ഉള്ളൂ, നിന്നെപ്പോലെ മറ്റാരെയും ഞാൻ സ്നേഹിക്കുകയില്ല എന്നുള്ളതാണ് ആ ഉടമ്പടി. ആ ഉടമ്പടി ഇയ്യോബിന്റെ മനസ്സിലുള്ളത് കൊണ്ട് തൻ്റെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. ഞാൻ എൻ്റെ ഭാര്യയെ നോക്കുന്നത് പോലെ, സ്നേഹിക്കുന്ന പോലെ മറ്റൊരു യുവതിയെയും ഒരു സ്ത്രീയെയും നോക്കി ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയില്ല എന്ന് ഒരു ഉടമ്പടി തൻ്റെ കണ്ണുമായിട്ട് ഇയ്യോബ് ചെയ്തു. ഓരോ ഭർത്താക്കന്മാരും ഇത് ശ്രദ്ധിക്കണമേ. കണ്ണുമായിട്ട് ഉടമ്പടി ചെയ്യണം. ചിത്രശലഭങ്ങൾ പറന്നു പോകുന്നത് കാണുമ്പോൾ അതിലേക്ക് ആകർഷണത്തോടെ നോക്കാൻ ഇടയാകരുത്. അനേക ചിത്രശലഭങ്ങൾ ഇവിടെയൊക്കെ പറന്നു നടക്കും. എന്നാൽ നിന്റെ ഭാര്യയോടുള്ള സ്നേഹവും ആ കരുതലും ആ കണക്ഷനും ആ അടുപ്പവും ആ ഡിവോഷനും പ്രത്യേകമായതാണ്, മറ്റാർക്കും പ്രവേശനമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഭർത്താവും ഭാര്യയും അന്യോന്യം ഡിവോട്ടഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഭാര്യയെ സംബന്ധിച്ചും തൻ്റെ ഭർത്താവിനേക്കാൾ ഉപരി മറ്റൊരു പുരുഷനെയും കണ്ട് വിലമതിക്കുകയോ അംഗീകരിക്കുകയോ ഇദ്ദേഹം കൊള്ളാമല്ലോ എന്ന് ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, നിന്റെ ഭർത്താവിനോട് ഓരോ ഭാര്യയ്ക്ക് ഒരു ഡിവോഷൻ ഉണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. എബ്രായ ലേഖനം 13 അധ്യായം 4 വചനം കൂടെ വായിക്കാം. അന്യോന്യമുള്ള ഉടമ്പടിയെക്കുറിച്ചും ആ സ്നേഹത്തെക്കുറിച്ചുമാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 13 verse 4. വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹശയ്യ വിശുദ്ധവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ദുർനടപ്പുകാരെയും വ്യഭിചാരത്തിന് പോകുന്നവരെയും, അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാകാം, ശാരീരികമാകാം, ഇങ്ങനെയുള്ള വ്യഭിചാരത്തിൽ പോകുന്നവരെ ദൈവം വെറുതെ വിടുകയില്ല, ശിക്ഷിക്കും. അതുകൊണ്ട് വിവാഹ ജീവിതവും അന്യോന്യമുള്ള ഉടമ്പടിയും പരിപാവനമായി സൂക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ബി ഡിവോട്ടഡ് ടു യുവർ സ്പൗസ്. നിന്റെ ജീവിത പങ്കാളിയോട് ആ വളരെ ആഴമായ സ്നേഹവും പ്രതിപത്തിയും കാത്തു സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇനി പുത്തനായി കല്യാണം കഴിച്ചവരുണ്ട്, അവരോടും ദൈവവചനത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ട്, ന്യൂലി മാരീഡ് പീപ്പിൾ, അവരോടെന്താ ദൈവം പറയുന്നത്?
അതും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 5-ാം വചനം, ഡ്യൂട്ടറോണമി ചാപ്റ്റർ 24 വേഴ്സ് 5 വായിക്കാം. ഒരു പുരുഷൻ ആദ്യമായി ഒരു സ്ത്രീയെ സ്വീകരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്, അവന്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത്. അവൻ 1 വർഷത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്ന് തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കണം. ഇവിടെ ന്യൂലി മാരിഡ്, പുത്തനായി കല്യാണം കഴിച്ച ഒരു പുരുഷൻ, അത് യഹൂദന്മാരുടെ ഒരു നിയമമാണ്, മിനിമം 1 വർഷം യുദ്ധത്തിന് പോകരുത്, വലിയ ആക്ടിവിറ്റിക്ക് ദൂരെ എങ്ങും പോകരുത്, അമേരിക്കയിലൊന്നും പോയി കളയരുത്, ഇവിടെ തന്നെ ആയിരിക്കണം, ഭാര്യയോട് കൂടെ 1 വർഷം. അതായത് അങ്ങനെ ഒരു കുടുംബത്തെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് ഒരു ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടിയുള്ള കാലമായിരിക്കാം ഈ 1 വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രായോഗികമായ പല കാര്യങ്ങളും വേദപുസ്തകത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, അന്യോന്യം ഡിവോട്ടഡായി സ്നേഹത്തിൽ വസിക്കണം, കരുതലുള്ളവരായിരിക്കണം, സ്നേഹിക്കണം, മറ്റുള്ളവരെ കുറിച്ച് കരുതലുണ്ടാകണം. രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ. അതായത് ദൈവം ഈ ഭൂമിയിൽ ഉളവാക്കിയ ആദ്യത്തെ ആ ദമ്പതികളോടുള്ള ദൈവത്തിന്റെ വചനം എന്തായിരുന്നു? വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28 വായിക്കാം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി വർദ്ധിച്ച് പെരുകി ഭൂമിയെ അധീനമാക്കുവീൻ, സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവജാതികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ മേലും വാഴുവീൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. ഇവിടെ ദൈവം അവരെ അനുഗ്രഹിച്ചു. ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചു. എന്താണ് ദൈവം കൊടുത്ത അനുഗ്രഹം? ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി അതിനെ വാഴുവീൻ, അതിലുള്ള എല്ലാവരെയും ജന്തുക്കളെയും എല്ലാം വാഴുവീൻ, അധികാരമുള്ളവരായിരിക്കുവീൻ. ഇത് ദൈവം ആദ്യം ആദമിനും ഹവ്വയ്ക്കും കൊടുത്ത അനുഗ്രഹമാണ്. അതെപ്പോഴെങ്കിലും ദൈവം അത് റിവേഴ്സ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇന്നും ദൈവത്തിന്റെ അനുഗ്രഹം മനുഷ്യന്റെ മേൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഓക്കെ, എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം? നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയെ നിറയ്ക്കുക. ഒരു ദൈവദാസൻ ഇങ്ങനെ എഴുതി ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് വായിക്കുകയുണ്ടായി. ഞാൻ എവിടെയോ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. എങ്ങനെയാ ഭൂമിയെ ഈ 2 വ്യക്തികൾ നിറയ്ക്കുന്നത്? ആകെ 2 പേരേ ഉള്ളൂ, ആദമും ഹവ്വയുമേ ഉള്ളൂ. ഇവരെങ്ങനെയാ ഭൂമിയെ നിറയ്ക്കുന്നത്? സപ്പോസ് ഇവർക്ക് 2 മക്കളുണ്ടായെന്നിരിക്കട്ടെ. ഇങ്ങനെ ഉണ്ടായി, ആദ്യം 2 മക്കളുണ്ടായി, പിന്നെ മക്കളൊന്നും ഉണ്ടാകുന്നില്ല. ഇവരെ ആദമും ഹവ്വയും മരിച്ചു, പിന്നെ കയീനും ഹാബേലും ഉണ്ട്, 2 പേരേ ഉള്ളൂ. എങ്ങനെയാ ഇവരെ കൊണ്ട് ഭൂമി നിറയാൻ പറ്റുന്നത്? ഒരു മനുഷ്യനും പുരുഷനും സ്ത്രീയും, അവർക്ക് 2 മക്കൾ, അവർ മരിക്കുന്നു, പിന്നെ 2 മക്കൾ ഉണ്ടാകുന്നു, ഇങ്ങനെ പോവാ. ഒരിക്കലും ഭൂമി നിറയത്തില്ല, സന്താനപുഷ്ടി ഉണ്ടായി ഒന്നും പെരുകത്തില്ല. കുറഞ്ഞ പക്ഷം ഒരു കുടുംബത്തിൽ 3 മക്കളെങ്കിലും ഉണ്ടെങ്കിലേ സന്താനപുഷ്ടി ഉണ്ടായി ഭൂമിയെ നിറയ്ക്കാൻ പറ്റുള്ളൂ. അത് അദ്ദേഹം ഒരു കണക്കായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. 2 പേർക്ക് 2 മക്കളെ ഉള്ളെങ്കിൽ അവർ മരിക്കുമ്പോൾ പിന്നെ 2 മക്കൾ തന്നെ. അത് വർദ്ധിക്കുന്നില്ല, പെരുകുന്നില്ല. എന്നാൽ മനുഷ്യജാതി വർദ്ധിക്കണമെങ്കിൽ 3, 4, 5 ഒക്കെ മക്കളുണ്ടെങ്കിലേ പറ്റൂ. ഈ കാര്യം പറഞ്ഞാൽ പലരും നെറ്റി ചുളിക്കുകയും ചിരിക്കും. അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് പറഞ്ഞതല്ല, ദൈവവചനം വായിച്ചിട്ട് ഒരു ദൈവദാസൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. അത് വായിച്ചപ്പോൾ, ഈ വചനം വായിച്ചപ്പോൾ അത് ശരിയാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഭൂമിയെ നിറയ്ക്കണമെങ്കിൽ, ജനസംഖ്യ വർദ്ധിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം സാധ്യമായി തീരണമെങ്കിൽ കുടുംബങ്ങൾ വർദ്ധിച്ചു വരേണം. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ആ അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കണം. ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദി എർത്ത്. ദൈവം നിങ്ങൾക്ക് ഗർഭധാരണം നൽകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദരത്തിൽ മക്കൾ ഉരുവാകുമ്പോൾ, അമ്മമാർ, സഹോദരിമാർ അതിൽ സന്തോഷിക്കുന്നവരാകണം. അയ്യോ, മനുഷ്യരെന്തു പറയും, ആരെങ്കിലും എന്ത് ചിന്തിക്കും, ഇങ്ങനെയുള്ള നെഗറ്റീവായ ചിന്തകളൊന്നും വേണ്ട. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ഓർത്തുകൊള്ളുക. ദൈവം നിങ്ങൾക്ക് ഗർഭഫലം, അനുഗ്രഹം നൽകുമ്പോൾ നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം.
ആരും തന്നെ ദൈവമക്കൾ ആരും ഗർഭഛിദ്രം നടത്തുന്നവരായിരിക്കരുത്. അതൊക്കെ അറിവില്ലായ്മ കൊണ്ടും ഈ ലോകമയത്വവും പിശാചിന്റെ പ്രവൃത്തിയുമാണ് ടെർമിനേറ്റ് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവമക്കളായ നാം ഗർഭവതികളായ അമ്മമാരെ ബഹുമാനിക്കണം. അവർ ദൈവത്തിന്റെ പദ്ധതിയിൽ കൂടെ മുമ്പോട്ട് പോകുന്നവരാണ്. അവർ നിമിത്തം ഭൂമിയിൽ മക്കൾ ജനിക്കാൻ പോകുന്നു. അതുപോലെ നിങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും വേണം. 2 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യവും പിന്നെ 44-ാം വാക്യവും വായിക്കുക. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 15 ആൻഡ് ദെൻ വേഴ്സ് 44. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വലിയവനായിരിക്കും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. അമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ, വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറയുന്നു. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചു. അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴാത്ത മക്കൾക്ക് പോലും ഉദരത്തിൽ കിടന്ന ആത്മാവിൽ നിറയാൻ സാധിക്കുന്നു എന്ന് അവിടെ കാണുന്നു. ഇനിയും 44-ാം വാക്യം വായിക്കുക. നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ എത്തിയപ്പോൾ ശിശു എന്റെ ഗർഭാശയത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. അതേ ശിശുവിന്റെ കാര്യമാണ് മറിയയോട് പറയുകയാണ്. മറിയേ, നീ വന്ന് എന്നെ ഗ്രീറ്റ് ചെയ്തപ്പോൾ, എനിക്ക് വന്ദനം പറഞ്ഞപ്പോൾ എൻ്റെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞ് തുള്ളാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എലിസബത്ത് പറയുകയാണ്. അപ്പോൾ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാനും ദൈവത്തോട് പ്രതികരിക്കാനും സന്തോഷിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അമ്മമാരോട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്. നിങ്ങൾ ഗർഭിണികളാകുമ്പോൾ അത് മോശമായിട്ട് വിചാരിക്കരുത്. അത് ഷെയിംഫുള്ളായ കാര്യമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിനെക്കുറിച്ച് മോശമായിട്ടോ അല്ലെങ്കിൽ സങ്കടമോ അയ്യോ എന്ന് പറയരുത്. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം കൊടുക്കുകയാണ് വേണ്ടത്, നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മക്കൾക്ക് പേരിടുന്നതിനെക്കുറിച്ചും 2 വാക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്കൊക്കെ മക്കൾ ജനിക്കും, മക്കളുണ്ടാകാൻ പോവുകയാണ് പലർക്കും. ഭാവിയിൽ അത് സംഭവിക്കും. അപ്പോൾ എന്തെങ്കിലും അർത്ഥമില്ലാത്ത പേര്, ടിറ്റിയെന്നും കിറ്റിയെന്നും കുറ്റിയെന്നും ഒന്നും പേരിടരുത്. അർത്ഥമുള്ള പേരുകൾ കണ്ടുപിടിച്ച് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി പ്രോഫറ്റിക്കായിരിക്കുന്ന നല്ല പേരുകൾ കണ്ടുപിടിച്ച് കുഞ്ഞുങ്ങൾക്ക് പേരിടണം. നമുക്ക് ബൈബിൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. ജെനസിസ് 4:25. ആദാം തന്റെ ഭാര്യയുമായി വീണ്ടും സംഗമിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊലപ്പെടുത്തിയ ഹാബീലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവൾ അവന് ഷേത്ത് എന്ന പേര് വിളിച്ചു. ഹാബേൽ മരിച്ചുപോയി, അവന് പകരം ദൈവം എനിക്ക് മറ്റൊരു മകനെ നൽകി എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേര് കൊടുത്തു. അപ്പൊ ഷേത്ത് എന്നുള്ള പേര് എന്തോ മനസ്സിൽ തോന്നിയൊരു പേരങ്ങിട്ടതല്ല. ഒരർത്ഥം മനസ്സിലാക്കി ഭാര്യയും ഭർത്താവും കൂടെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അർത്ഥമുള്ള ഒരു പേരാണ് മകനിട്ടത്. വീണ്ടും വായിക്കാം. 5-ാം അധ്യായം 29-ാം വാക്യം. ജെനസിസ് 5:29. യഹോവ ശപിച്ച ഭൂമി നിമിത്തം നമുക്കുണ്ടായ പ്രയത്നത്തിലും നമ്മളുടെ കൈകളുടെ അധ്വാനത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന പേര് വിളിച്ചു. അവന് നോഹ എന്ന് പേരിട്ടു. നമ്മൾ വിചാരിക്കും നോഹ എന്നുള്ള 2 അക്ഷരമുള്ളൊരു പേര് ഇത് വെറുതെ അവർ മനസ്സിൽ തോന്നി അങ്ങ് ഇട്ടതാണോ? അല്ല, അതിനൊരു അർത്ഥമുണ്ട്. അത് പ്രോഫറ്റിക്കായിരിക്കുന്ന ഒരർത്ഥമുണ്ട് ആ വാക്കിന്. ഇവൻ വലിയൊരു അനുഗ്രഹമാകാൻ പോവുകയാണ്, വിടുതലിന്റെ കാരണക്കാരനാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അർത്ഥമുള്ള ഒരു പേര് തങ്ങളുടെ മകന് നോഹ എന്ന് അവരിട്ടു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും പേരൻസ്, മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് ദൈവത്തെ അന്വേഷിച്ച് നിങ്ങൾക്ക് മക്കൾ ജനിക്കാൻ പോകുന്നുവെങ്കിൽ പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ച് അത് ദൈവസന്നിധിയിൽ വെച്ച് അർത്ഥമുള്ള മീനിങ്ഫുള്ളായ ഒരു പേര്, അത് ബൈബിളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലും അർത്ഥമുള്ള ഒരു പേര് നിങ്ങളുടെ കുഞ്ഞിന് ഇടുവാനായിട്ട് പേരൻസ് ശ്രദ്ധിക്കണം. തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാണാം നല്ല മനോഹരമായ പേരുകൾ. ദൈവദാനം, ദേവദാനം, ഒരുപാട് നല്ല പേരുകളുണ്ട്. ദൈവത്തിൽ നിന്ന് കിട്ടിയത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അവർ പല പല നല്ല നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത നല്ല പേരുകൾ മക്കൾക്ക് അവർ കൊടുക്കുന്നുണ്ട്. മക്കളും ആ പേര് സ്വീകരിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇനി സെക്സിനെ കുറിച്ച്, ലൈംഗികതയെക്കുറിച്ചും 2 വാക്ക് പറയാം. അതും കുടുംബജീവിതവുമായിട്ടും വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്താണ് ലൈംഗികത അഥവാ സെക്സ് എന്ന് പറഞ്ഞാൽ?
അത് കുടുംബജീവിതത്തിൽ ദൈവം വെച്ച വ്യവസ്ഥ അനുസരിച്ച് അന്യോന്യമുള്ള ശാരീരിക ബന്ധം, ലൈംഗികത എന്നുള്ളത് വിശുദ്ധമായ ഒരു കാര്യമാണ്. അത് പാപകരമായ ഒരു കാര്യമല്ല. നമുക്ക് ഒരു വചനം വായിക്കാം. എബ്രായർ 13 അധ്യായം അതിന്റെ 4 വചനം, ഹീബ്രൂസ് ചാപ്റ്റർ 13 ആൻഡ് വേഴ്സ് 4 വായിക്കാം. വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹശയ്യ വിശുദ്ധവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അവിടെ വിവാഹിതരുടെ കിടക്ക അത് പരിശുദ്ധമായി നിർമ്മലമായിരിക്കട്ടെ. അത് ദൈവം തന്നെ വിവാഹിതരുടെ കിടക്ക നിർമ്മലമാകുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ സാരാംശം പറഞ്ഞാൽ വിവാഹിതരുടെ അന്യോന്യമുള്ള ഫിസിക്കൽ റിലേഷൻസ്, ശാരീരിക ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ അത് പാപകരമല്ല, അത് പവിത്രമാണ് എന്ന് ദൈവം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും 1 കൊരിന്ത്യർ 7 അധ്യായം 3 മുതൽ 5 വരെ നമുക്ക് വായിച്ചു നോക്കാം. 1 Corinthians chapter 7 verses 3 to 5. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ദാമ്പത്യധർമ്മം ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനാണ് അധികാരമുള്ളത്. അതുപോലെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കത്രേ അധികാരം. ഭാര്യ ഭർത്താക്കന്മാർ ഉഭയസമ്മതപ്രകാരം പ്രാർത്ഥനയ്ക്കായി സ്വയം സമർപ്പിക്കുന്ന സമയം ഒഴികെ പരസ്പരം വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ ആത്മനിയന്ത്രണത്തിന്റെ അഭാവം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കുവീൻ. ഇവിടെയും വിവാഹിതരുടെ അന്യോന്യ ബന്ധം, ശാരീരികമായ ബന്ധം, ലൈംഗികത എന്ന് പറയുന്നത്, അതിനെ ദാമ്പത്യ ധർമ്മം അല്ലെങ്കിൽ കടംപെട്ടിരിക്കുന്നത് എന്നുള്ള ആ വാക്ക്, അതിന്റെ ശരിയായ അർത്ഥം അന്യോന്യമുള്ള ദാമ്പത്യ ധർമ്മം രണ്ടു കൂട്ടരും നിർവഹിക്കട്ടെ. അത് ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭർത്താവിന്റെ ശരീരത്തിൽ ഭാര്യയ്ക്കും ഭാര്യയുടെ ശരീരത്തിൽ ഭർത്താവിനും അധികാരമുണ്ട് എന്ന് ദൈവവചനം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വേർപെട്ടിരിക്കരുത് അഥവാ അവകാശങ്ങൾ നിഷേധിക്കരുത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി അമ്മമാരോട് ചില വചനങ്ങൾ. ഇതെല്ലാം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അമ്മമാർക്ക് കുടുംബത്തിന്റെ വളർച്ചയിൽ, മക്കളുടെ വളർച്ചയിൽ ഒരു സുപ്രധാനമായ പങ്ക് ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അമ്മമാരുടെ ദൈവഭക്തിയും ഡിവോഷനും ദൈവഭക്തിയും മക്കളുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്നു. അതുപോലെ ഭാര്യയുടെ ഭർത്താവിനോടും മക്കളോടുമുള്ള സ്നേഹവും കടപ്പാടും അതും വളരെ മുഖ്യമായ ഒരു കാര്യമാണ്. നമുക്ക് ചില വചനങ്ങൾ വായിക്കാം. ഇത് വിശേഷിച്ചും സഹോദരിമാർ, അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കുള്ള വചനങ്ങളാണ്. സദൃശവാക്യങ്ങൾ 14 അധ്യായം 1 വാക്യം വായിക്കാം. പ്രൊവേർബ്സ് ചാപ്റ്റർ 14 ആൻഡ് വേഴ്സ് 1. ജ്ഞാനമുള്ള സ്ത്രീ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. കുടുംബത്തെ പണിതുറപ്പിച്ച് മക്കളെ ഒക്കെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്ന് ഭർത്താവിനെയും മക്കളെയും എല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം വീട്ടിലെ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക് ഉണ്ട്. ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ കുടുംബത്തെ പണിത് ഉറപ്പിച്ച് കൊണ്ടുവരും. എന്നാൽ വിവേകമില്ലാത്തവൾ എന്ത് ചെയ്യും? അതിനെ ഇടിച്ചു കളയും, അതിനെ തകർത്ത് കളയും. അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വം ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം വളർത്തിക്കൊണ്ടുപോകാൻ മക്കളെ പരിശീലിപ്പിച്ച് ദൈവികമായ നല്ല ശീലങ്ങൾ അവർക്ക് പങ്കിട്ട് കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ അമ്മമാർക്ക് ഉത്തരവാദിത്വമുണ്ട്. തീത്തോസിന്റെ പുസ്തകം 2 അധ്യായം 4, 5 വചനങ്ങൾ കൂടെ വായിക്കാം. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സസ് 4 and 5. അവർ യുവതികളായ സ്ത്രീകളെ പരിപാകതയുള്ളവരായി തങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കേണ്ടതിന് തന്നെ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് അവർ വിവേകമുള്ളവരും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരുമായിരിക്കണം. ഇവിടെ മുതിർന്ന സ്ത്രീകൾ യൗവനക്കാരത്തികളെ എന്തൊക്കെ പഠിപ്പിക്കണം എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ആദ്യം തന്നെ പറയുന്നു, ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുവാൻ അവരെ പഠിപ്പിക്കണം. നമ്മുടെ ഇടയിലുള്ള എല്ലാ സഹോദരിമാരും ഈ കാര്യം പഠിച്ചിരിക്കണം. ഭർത്താവിനെ സ്നേഹിക്കുവാനും കരുതുവാനും അതുപോലെ മക്കളെ സ്നേഹിക്കുവാനും കരുതുവാനും അവരെ ദൈവത്തിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനും അമ്മമാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് സഹോദരിമാർ കാര്യമായിട്ട് നിങ്ങളുടെ ഭാഗം നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്.
2 തിമോഥെയോസ് 1-ാം അധ്യായം 4-5 വചനങ്ങളിലും ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. 2 Timothy chapter 1 verses 4 and 5. നിന്റെ കണ്ണുനീർ ഓർത്തുകൊണ്ട് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. നിന്റെ ആത്മാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അതാദ്യം നിന്റെ വല്യമ്മയായ ലോവീസിലും നിന്റെ അമ്മയായ യുനീക്കയിലും ഉണ്ടായിരുന്നു. ഇവിടെ തിമോഥെയോസിനോട് പറയുകയാണ്, തിമോഥെയോസേ, നിന്നിലുള്ള ദൈവഭക്തിയും ദൈവഭയവും നിന്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു, പിന്നെ വലിയമ്മയ്ക്കും ഉണ്ടായിരുന്നു. നിങ്ങൾക്കുള്ള ദൈവഭക്തിയും ദൈവസ്നേഹവും നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. കൊച്ചുമക്കൾക്കും അത് ലഭിക്കും. തലമുറയായിട്ടും അത് കടന്നു വരുവാൻ സാധിക്കും എന്നുള്ളത് എല്ലാ അമ്മമാരും അതുപോലെ പിതാക്കന്മാരും ഈ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് നല്ല ആത്മീയ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്നു. ഞാൻ 2-3 കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞു. 4-ാമത്തെ കാര്യത്തിലേക്ക് വരാം. അത് വിവാഹമോചനത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ തലമുറയിൽ വർദ്ധിച്ചു വരുന്ന ഒരു തിന്മയാണ് ഡിവോഴ്സ് അഥവാ വിവാഹമോചനം. മുമ്പൊക്കെ പെന്തക്കോസ്തുകാരിടയ്ക്കും വിശ്വാസികളുടെ ഇടയ്ക്കും ഇത് തീരെ ഇല്ലാതിരുന്നു. ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി. എവിടെ നോക്കിയാലും വിശ്വാസികളും പാസ്റ്റർമാരും ഒക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് വളരെയുണ്ട്. നമ്മുടെ നാട്ടിലേക്കും അത് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. വിവാഹമോചനം ഒരു സാധാരണ സംഭവം പോലെ ആളുകൾ അത് വളരെ കാഷ്വലായി സാധാരണഗതിയിൽ എടുക്കുന്ന ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ചും ദൈവവചനം എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. വിവാഹം എന്നുള്ളത് 5 വർഷം കഴിഞ്ഞ് എക്സ്പയർ ചെയ്ത് പോകുന്ന ഒരു കാര്യമല്ല. വിവാഹത്തിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തീയതി തീരുന്നത് ജീവിതത്തിന്റെ അവസാനം വരെയാണ്. ഇറ്റ്സ് എ ലൈഫ് ടൈം കവനന്റ്. ജീവിതത്തിന്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹത്തിൻ്റെത്. അതുകൊണ്ട് അതിന് ദൈവമക്കളായ നാം എല്ലാ ഗൗരവതയും സീരിയസ്നെസ്സും കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ 3 വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. വിവാഹമോചനത്തെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ പഠിപ്പിക്കലാണ്, ജീസസിന്റെ ടീച്ചിങ്സ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആ വചനം വായിക്കാം. ചുരുക്കി പറഞ്ഞാൽ ആ വചനങ്ങളിൽ യേശു പഠിപ്പിച്ചത് വിവാഹമോചനം നേടി വീണ്ടും വിവാഹം ചെയ്താൽ അവർ വ്യഭിചാരത്തിലേക്കാണ് പോകുന്നതെന്നാണ്. അത്രയുള്ള അതിന്റെ ചുരുക്കം. ഇൻ റീമാരേജ് യു കമ്മിറ്റ് അഡൾട്ടറി എന്നാണ് യേശു പഠിപ്പിച്ചത്. അതിനെക്കുറിച്ച് പല വാദപ്രതിവാദങ്ങളും തിയോളജിയൻസിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പല വാദപ്രതിവാദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും യേശു പറഞ്ഞത് വളരെ ഗൗരവമായിരിക്കുന്ന കാര്യമാണ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: വിവാഹം ദൈവമാണ്, ആ ഉടമ്പടി ദൈവം കൂടെ ചേർന്നാണ്. ഭാര്യയും ഭർത്താവും ദൈവവും 3 പേര് ചേർന്ന് ഉള്ള ഒരു കവനന്റ് ആണത്. ഒരാളെ ഉപേക്ഷിച്ചു പോയാലും ദൈവം തന്റെ കവനന്റ് വിട്ടുകളയുന്നില്ല. ആ കവനന്റ് അവിടെ നിൽക്കും, അത് അവിടെ ഉണ്ട്. മരണം കൊണ്ട് മാത്രമേ ഈ കവനന്റ് അതിൽ നിന്ന് ഒരാൾ ഫ്രീ ആകുന്നുള്ളൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ വചനങ്ങൾ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യം. മാത്യു 5:32. ഞാനോ നിങ്ങളോട് പറയുന്നത്, വ്യഭിചാരം ചെയ്തത് കൊണ്ടല്ലാതെ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഇനിയും ലൂക്കോസ് 16-ാം അധ്യായം 18-ാം വാക്യം. ലൂക്ക് 16 and verse 18. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഇവിടെ ഒരുപക്ഷെ സ്ത്രീ ഇന്നസെന്റ് ആയിരിക്കും, ഭർത്താവായിരിക്കും കുഴപ്പക്കാരൻ. സ്ത്രീക്ക് ദോഷമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് പറഞ്ഞ് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഉടനെ വിവാഹമോചനം. അവർ വീണ്ടും പോയി വീണ്ടും കല്യാണം കഴിക്കുന്നു. ദൈവവചനമായ ബൈബിൾ പറയുന്നു അവരൊക്കെ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ദൈവം അതിനെ അഡൾട്ടറി എന്നാണ് വിളിക്കുന്നത്. വ്യഭിചാര ദോഷം കൊണ്ട് മാത്രമേ വിവാഹമോചനം ബൈബിളിൽ അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ അനുവദിച്ചാൽ തന്നെയും കഴിയുമെങ്കിൽ അങ്ങനെ മോചിതരായവർ അവിവാഹിതരായി പാർക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം. അവർ റീമാരേജ് നടത്തുന്നുവെങ്കിൽ ദൈവം അതിൽ ഒരു നല്ല കാര്യമല്ല കാണുന്നത്. അതിൽ വ്യഭിചാരത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മത്തായി സുവിശേഷം 19-ാം അധ്യായം 9-ാം വചനം വായിക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, വ്യഭിചാരം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു.
ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വളരെ കർശനമായിട്ടാണ് യേശു ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയമൊന്നുമില്ലാതെ ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അന്തസത്ത എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, വിവാഹം ഒരു കളിയല്ല. അതൊരിക്കൽ ആ ബന്ധം സ്ഥാപിച്ചാൽ അത് ജീവിതകാലം മുഴുവനും അത് എങ്ങനെയെങ്കിലും അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. രോഗം വന്നു, ക്യാൻസർ വന്നു, അല്ലെങ്കിൽ മാനസികമായ പ്രയാസമുണ്ടായി, ഇതൊന്നും വിവാഹമോചനത്തിനുള്ള മതിയായ കാരണമല്ല. ആജീവനാന്തം അന്യോന്യം ഭാര്യാഭർത്താക്കന്മാർ വിശ്വസ്തരായി കുടുംബമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. വിവാഹമോചനം ദൈവമക്കളുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, മുമ്പോട്ട് പോകാം. അത് 3 പേർ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്, പുരുഷനും സ്ത്രീയും ദൈവവും. ദൈവം ഒരിക്കലും ആ ഉടമ്പടി ലംഘിക്കുന്നില്ല. അതുകൊണ്ട് വിവാഹത്തിന്റെ ആ ഉടമ്പടി അത് നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ വിവാഹിതരല്ല, ഒറ്റയ്ക്കുള്ള ആളാണെന്നിരിക്കട്ടെ, നിങ്ങൾക്കും ഒരു വചനമുണ്ട്. ആർ യു സിംഗിൾ? ആർ യു അൺമാരീഡ്? ദൈവം നിങ്ങളോടും പറയുന്നു. ഒരു വചനം വായിക്കാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 34-35 വാക്യങ്ങൾ. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹിത ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയായിരിക്കേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹിത ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് കരുതി ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഇവിടെ അവിവാഹിതരായ ഒരു പുരുഷനോ സ്ത്രീയോ യൗവനക്കാരായിരിക്കാം. ഇവിടെ എൻ്റെ മുമ്പിൽ പലരും ഇരിക്കുന്നുണ്ട്. അവിവാഹിതരായ ചെറുപ്പക്കാർ പലരും ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നു, നിങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മനസ്സെല്ലാം നിങ്ങൾ മലിനപ്പെടുത്താതെ, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച്, ആരെ കല്യാണം കഴിക്കണം, അങ്ങോട്ട് നോക്കണോ, ഇവരെ വേണോ അവരെ വേണോ എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് മനസ്സ് കുഴച്ചു കളയാതെ, നിങ്ങൾ കർത്താവിൻ്റെ കാര്യത്തിൽ ചിന്തിച്ച്, അറ്റൻഡ് അപ്പോൺ ദ ലോർഡ് ആൻഡ് ലിവ് യുവർ ലൈഫ്. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് ജീവിക്കുക. നിങ്ങൾക്കുള്ള ജീവിത പങ്കാളിയെ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും, നിങ്ങളെ കാണിച്ചു തരും. ദൈവം അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. എന്നാൽ അവിവാഹിതരായവർ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും കർത്താവിൽ വെച്ച് ദൈവവചനം വായിച്ചു പഠിച്ച് ദൈവത്തിനായി നിങ്ങൾ അവൈലബിൾ ആകണം, ലഭ്യമാകണം എന്നുള്ളതാണ് അവിവാഹിതരെ കുറിച്ച് ദൈവം പറയുന്ന കാര്യം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ സമയമായി. 5-ാമത്തെ കാര്യം, നിങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കുന്നവരാകണം. 2 വചനങ്ങൾ കൂടെ വായിച്ച് നമുക്ക് ഈ സന്ദേശം അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വചനം. ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 3. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാർക്ക് ദൈവം വെച്ചിരിക്കുന്ന വളരെ സിമ്പിളായ ഒരു പ്രമാണമാണിത്. നിങ്ങൾ വീട്ടിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ അന്യോന്യം എന്ത് ചെയ്യണം? അന്യോന്യം അനുഗ്രഹിക്കുന്നവരാകണം. ഒരാൾക്ക് അതിന് മനസ്സില്ലായിരിക്കും, ഒരാൾക്ക് അത് അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ എന്നാലും മറ്റേയാൾ, നിങ്ങൾ ആളിനെ അനുഗ്രഹിക്കണം. അങ്ങനെ സകല ജനതകളും നിന്നിൽ കൂടെ അനുഗ്രഹിക്കപ്പെടും എന്ന് ആബ്രഹാമിനോട് പറഞ്ഞ ആ വചനം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ യാഥാർത്ഥ്യമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി യാക്കോബിനോട് പറഞ്ഞതും കൂടെ വായിക്കാം. ഉൽപ്പത്തി 28-ാം അധ്യായം 14-ാം വാക്യം. ജെനസിസ് 28 വേഴ്സ് 14. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ സംഖ്യാതീതമായി തീരും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിലൂടെ, നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും ജനതകളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ആബ്രഹാമിനും യാക്കോബിനും ഒക്കെ ദൈവം കൊടുത്ത ആ അനുഗ്രഹം സന്തതി പരമ്പരയായിട്ട് വന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മുടെയൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. വി ആർ ബീങ് ബ്ലെസ്ഡ് ബൈ ദെയർ ബ്ലെസ്സിങ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, ദൈവം നമ്മെ കുടുംബങ്ങളായി സഭയിൽ വെച്ചിരിക്കുന്നു. നമുക്ക് ഓരോ കുടുംബങ്ങളുണ്ട്, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ നമുക്കൊരു കുടുംബം ലഭിക്കും. ആ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായിരിക്കുവാനും അന്യോന്യം ജീവിത പങ്കാളികൾ സ്നേഹത്തോടെ വർത്തിക്കുവാനും കരുതുവാനും ത്യാഗപൂർണമായി സ്നേഹിക്കുവാനും കീഴ്പ്പെട്ടിരിക്കുവാനും, ഇങ്ങനെയുള്ള പ്രായോഗികമായ അനേക കാര്യങ്ങളാണ് നാം ഇന്ന് കേട്ടത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒടുവിലായി ഒരു കടപ്പാടും കൂടെ പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാം. ഇത് എൻ്റെ ഒരു സീനിയറായ ഒരു ദൈവദാസൻ ഉണ്ട്. അദ്ദേഹം വിദേശത്ത് പാർക്കുന്നു. ജോസഫ് അർത്തുങ്കൽ
എന്ന് പേരുള്ള ആ ദേവദാസൻ ഈ ആഴ്ച എനിക്ക് അയച്ചു തന്ന ഒരു നോട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത് ഞാൻ മാത്രം വായിച്ചാൽ പോരാ, എൻ്റെ സഹോദരങ്ങളായ നിങ്ങളെല്ലാവരും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കപ്പെടണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി. അങ്ങനെയാണ് ആ ചിന്തകൾ ഞാൻ രേഖപ്പെടുത്തി ആ കാര്യം നിങ്ങൾക്ക് അവതരിപ്പിക്കുവാനായിട്ട് ഇന്നിടയായത്. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്.